നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൈബീരിയയിലെ നരകവാതിൽ അഥവാ ഗേറ്റ് വേ ടു അണ്ടർവേൾഡ് ഒട്ടേറെ സംശയങ്ങളും അതുപോലെ തന്നെ അത്ഭുതവും സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ്. സൈബീരിയയിലെ നരകവാതിൽ എന്ന് പറയപ്പെടുന്ന ഭീമൻ ഗർത്തം കാലാവസ്ഥാ വ്യതിയാനം കാരണം വ്യാപിക്കുന്നതായി ഗവേഷകർ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. തണുത്തുറഞ്ഞ യാന ഹൈലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ബത്തഗൈക ഗർത്തമാണ് നരകത്തിലേക്കുള്ള വാതിലെന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പെർമാഫ്രോസ്റ്റ് ഗർത്തമാണിത്. 200 ഏക്കർ വീതിയും 300 അടി ആഴവുമുള്ള ഗർത്തം സ്ട്രിംഗ്രോ മത്സ്യത്തിന്റെ രൂപത്തിലാണ്. ചിലർ ഈ ഗർത്തത്തെ ഹോഴ്സ് ഷൂ ഞണ്ടുകളോടും വാൽമാക്രിയോടുമൊക്കെ ഉപമിക്കാറുണ്ട്. 1960 ഈ ഗർത്തം കണ്ടെത്തുന്നത്. 30 വർഷം കൊണ്ട് ഇതിന്റെ വലിപ്പം 3 ഇരട്ടിയായി വർദ്ധിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇതിന്റെ വലിപ്പം വീണ്ടും വർദ്ധിക്കുകയാണെന്ന് ഗവേഷകർ പറയുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ പോലും ഈ ഗർത്തം വ്യക്തമായി കാണാമെന്നതാണ് ഇതിന്റെ സവിശേഷത. ഇതിന് 1 കിലോമീറ്ററിലേറെ വ്യാസമുണ്ടെന്നും കണക്കാക്കുന്നു. 1960 ഈ ഗർത്തം കണ്ടെത്തുമ്പോൾ 7 മീറ്ററോളം വലിപ്പമുള്ള വിള്ളൽ മാത്രമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. വാൽമാക്രി രൂപത്തിൽ കണ്ടെത്തിയ ഈ വിള്ളലിന്റെ അരികുവശങ്ങൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ ഗർത്തത്തിന്റെ വ്യാസം വർദ്ധിക്കുകയായിരുന്നു. വലിപ്പത്തിൽ ആഴവും കൂടുന്നുണ്ടെങ്കിലും ഇതിന്റെ വാൽമാക്രി രൂപത്തിന് കാര്യമായ വ്യത്യാസം ഇപ്പോഴും വന്നിട്ടില്ല. ഏതാനും നൂറ്റാണ്ടുകളായി മേഖലയിൽ വർദ്ധിക്കുന്ന താപനിലയുടെ തോതും വിള്ളലിന്റെ വലിപ്പവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. പെർമാഫ്രോസ്റ്റ് മേഖലയായ ഈ പ്രദേശത്ത് താപനില വർദ്ധിക്കുന്നതോടെ മണ്ണിനടിയിലുള്ള മഞ്ഞ് ഉരുകിയൊലിക്കുന്നതോടെയാണ് കൂടുതൽ ഭാഗങ്ങൾ ഇടിയുന്നതെന്ന് ഗവേഷകർ വിശദീകരിക്കുന്നു. ഇത് സൈബീരിയയിലെ എല്ലാ മേഖലയിലും തന്നെ സംഭവിക്കുന്ന കാര്യമാണെങ്കിലും ബാട്ടഗൈക മേഖലയിൽ രൂക്ഷത കൂടുതലാണ് എന്നതാണ് പ്രാദേശികമായി നരകവാതിൽ എന്ന് വിളിക്കുന്ന ഈ പ്രതിഭാസത്തിന് കാരണമായിരിക്കുന്നത്. ആകാശ ദൃശ്യങ്ങളിൽ വലിപ്പമുള്ള വാൽമാക്രി എന്ന പോലെയാണ് നരകവാതിൽ ഇപ്പോഴും കാണപ്പെടുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും അന്യഗ്രഹ ജീവിയാണോ എന്നും സംശയം തോന്നിയേക്കാം. ഏതായാലും കാലം പിന്നീടും തോറും വലിപ്പം കൂടുന്നെങ്കിലും അടിസ്ഥാന രൂപത്തിൽ കാര്യമായ മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ വാൽമാക്രിയുടെ തല മുതൽ വാൽ വരെയുള്ള നീളം എടുത്താൽ ഏതാണ്ട് 1 കിലോമീറ്ററിലേറെ വരും. ഏറ്റവും വീതി കൂടിയ ഭാഗത്തും ഏതാണ്ട് ഇത്ര തന്നെ വലിപ്പം വരുമെന്നാണ് കണക്കാക്കുന്നത്. 60 വർഷത്തിനുള്ളിൽ ഒട്ടേറെ ഭൂമിയാണ് ഈ നരകവാതിൽ വലിച്ചെടുത്തത്. ഇതിൽ സൈബീരിയയിലെ പ്രാദേശിക ജനതയുടെ വിശുദ്ധ കേന്ദ്രവും ഉൾപ്പെടുന്നു. അതേസമയം ഗവേഷകർക്ക് അപ്രാപ്യമായിരുന്ന പല പഠന സാധ്യതകളിലേക്കും ഈ നരകവാതിൽ വഴി തുറന്നിട്ടുണ്ട്. 2 ലക്ഷത്തോളം വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണമായും ഇല്ലാതായ ഈ മേഖലയിലെ വനപ്രദേശത്തിന്റെ ഫോസിലുകൾ ഈ മണ്ണിനടിയിൽ നിന്ന് ഗവേഷകർക്ക് ലഭിച്ചു. ഇത് മാത്രമല്ല, വംശനാശം സംഭവിച്ച പല ജീവികളുടെ ഫോസിലുകൾ ഈ അഗാധമായ ഗർത്തത്തിനുള്ളിൽ നിന്ന് ശാസ്ത്രലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്ലീസ്റ്റോസിൻ കുതിരകൾ, ബൈസൂണുകൾ, ഗുഹാസിംഹങ്ങൾ, പുരാതന ചെന്നായ വംശം തുടങ്ങിയവയുടെ ഫോസിലുകളും ഇതിൽ ചിലത് മാത്രമാണ്.